അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടിക്കാഴ്ച നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ചും ദമാം സ്റ്റുഡിയോയിൽ നിന്ന് വരുന്ന കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഗൾഫിൽ വന്ന് ജീവിതത്തിൻ്റെ രണ്ടറ്റം ഒട്ടിക്കാൻ വേണ്ടി പണ്ട് മുതലേ വന്ന ആളുകളുടെ അവരുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല അനുഭവങ്ങൾ ആണ് നമ്മൾ ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വ്യക്തികളെ നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഉസ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊടുവള്ളി സ്വദേശിയായ ഉസ്മാൻ സാഹിബ് എൻ്റെ ഉസ്താദ് കൂടിയാണ്. എങ്ങനെയാണ് എൻ്റെ ഉസ്താദ് എന്നുള്ളത് ഈ ഒരു കൂടിക്കാഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇൻഷാ അല്ലാ. നിങ്ങളേവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾക്ക് ഈ ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഉത്തേജനം. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി പീസ് റേഡിയോ കൂടിക്കാഴ്ച ആദ്യമായി കേൾക്കുന്നവരോട് കൂടിക്കാഴ്ചയിൽ ഇത്തരം വ്യക്തികളെ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ദമാമിലാണെങ്കിലും റിയാദിലാണെങ്കിലും അതുപോലെ ജുബൈലിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്കറിയുന്ന അല്ലെങ്കിൽ എന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഈ ഒരു കൂടിക്കാഴ്ചയിൽ കൊണ്ടുവരാവുന്ന സവിശേഷതയുള്ള വ്യക്തികളുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോവിൻ്റെ നമ്പറുണ്ട് 05355000134. ഞാനൊന്നുകൂടി പറയാം, 05355000134 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ടീം അവരുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ആദ്യമായി ഈ ബഹുമാന്യനായ ഉസ്മാൻ സാഹിബിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാൻ സാഹിബ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. കൊടുവള്ളിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊടുവള്ളി ഒരു എവിടെയാണ് കുടുംബ പശ്ചാത്തലം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഞാൻ ഉസ്മാൻ മാളിയേക്കൽ, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് എളേറ്റിൽ വട്ടോളി പ്രദേശത്തുകാരനാണ്. എനിക്ക് ഭാര്യയും 4 കുട്ടികളും ഉണ്ട്. എൻ്റെ ഇപ്പോൾ ദമാമിൽ ഒരു പ്രിൻറ്റിങ് സെക്ഷനിൽ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യയും 4 കുട്ടികളുമാണുള്ളത്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളാണ്. മൂത്ത മകൾ ഇവിടെ തന്നെ ഉണ്ട്, റിയാദിലാണ്. അവൾ കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ ഓൺലൈനിൽ ഖുർആൻ ക്ലാസ്സുകളും ഇതൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്. മരുമകൻ അവിടെ ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തോൾ കുറഞ്ഞ കാലമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മകൾ PG കഴിഞ്ഞ്, അറബിക് PG കഴിഞ്ഞ്. പിന്നെ 2 ആൺകുട്ടികളാണ്. മൂത്താൾ ഇപ്പോൾ ജാമിയ അൽ ഹിന്ദ് ഇസ്ലാം പിന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാഫിളാണ്. പിന്നെ നാലാമത്തെ ആൾ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, അതായത് കൂടിക്കാഴ്ച എന്നുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും ഗൾഫിലേക്ക് വന്ന് ആ തുടക്കം മുതൽ പിന്നീട് ഇങ്ങനെ വളർന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ നഷ്ടപ്പെടുന്നതാണ് പിന്നെ അവർക്ക് അന്യം നിന്ന് പോയതാണ് ഈ നമ്മുടെ വല്യപ്പന്മാരൊക്കെ പറയുന്ന കഥകൾ. അത്തരം കഥകളൊക്കെ ഇന്ന് ഇല്ലാതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കാണാം, എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ വന്ന് പീടികയിലിരുന്ന് ചായ കുടിച്ച് അവരുടെ പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. ഇത്തരം ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട് നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ യുദ്ധത്തിന് പോയിട്ടുള്ള പട്ടാളക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും, ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഇതിലേ ഇങ്ങനെ പോയി അതിലേ ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളലുകളൊക്കെ ഉണ്ടാകുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പണ്ട് മുതലേ ഗൾഫിലേക്ക് വന്ന നിങ്ങളുടെ
ഗൾഫിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഉസ്മാൻ എന്തായിരുന്നു, എവിടെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ എന്നൊന്ന് പറഞ്ഞു തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാല്യകാല ജീവിതം തൊട്ട് തന്നെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഇതൊരു അതിന് ഈ സമയം ഇതിനുള്ള ഒരു ഉചിതമായ സമയമല്ലാത്തത് കൊണ്ട് അങ്ങനെ വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ബാല്യകാലത്ത് മുതൽക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ ജീവിത കാലത്ത് തന്നെ നമ്മളെ വാപ്പ ഒരു കർഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷിയിൽ കുറേ കാലം അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളൊക്കെ നാട്ടുപുറത്ത് നമ്മൾ പണിക്ക് വിളിക്കുന്ന ആൾക്കാരെ പണിയെടുക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ എനിക്ക് പണിയെടുക്കാനൊക്കെ അപ്പോൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ജീവിതം അങ്ങനെ പോവുകയാണ്. സ്കൂൾ ജീവിതമുള്ള സമയത്ത് തന്നെ ഒരു സാധാരണക്കാരനായിട്ടാണ്. അപ്പോൾ നമ്മളെ വാപ്പയൊന്നും അധ്യാപകനോ അങ്ങനത്തെ ആളുകളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പഠനത്തിൽ അത്ര മികവൊന്നും കാണിച്ചിട്ടില്ല. എന്നാലും പഠിക്കാനുള്ള അവസരം പഠിക്കലുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് SLC നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മളിങ്ങനെ പോയി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അപ്പാനെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടാണ് പോയത്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ആ സമയത്ത് നമ്മൾ നാട്ടിൽ പ്രീ ഡിഗ്രിക്ക് ആണ് പോയി ചേരുക, കോളേജിൽ പോയിട്ട് ചേരുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എനിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്ന സമയത്ത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഗൾഫിലേക്ക് അല്ല, പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കോളേജിൽ പിന്നെ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണം. അപ്പോൾ അതിന് വാപ്പാൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പെർമിഷൻ കിട്ടണം, അതേപോലെ സൈൻ കിട്ടണമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് ചെന്നപ്പോൾ എന്നെ അതിന് സമ്മതിച്ചില്ല. വാപ്പ പഠിക്കാൻ ഇനിയിപ്പോൾ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ അന്നത്തെ ഈ പാൻറ് ഇട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ എനിക്ക് ഒരിക്കലും സമ്മതം തന്നില്ല. അപ്പോൾ ഞാൻ ആകെ കരഞ്ഞു. അപ്പോൾ എനിക്ക് സമ്മതിക്കാണ്ട് നിന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠന് പിന്നെ മൂത്ത ജ്യേഷ്ഠൻ ഇടപെട്ട് അവനൊരു ചിത്രകല അധ്യാപകനായിരുന്നു. അവൻ പഠിച്ച ആ രീതിയിൽ തന്നെ പഠിക്കുക എന്നുള്ള ആൾക്ക് എന്നോട് ആ സ്ഥാപനത്തിൽ പോയിട്ട് സ്കൂൾ ഓഫ് ആർട്സിൽ പോയിട്ട് അത് ചിത്രകല പഠിക്കുക എന്നുള്ള ആൾക്ക് അതിന് ഒരുവിധം സമ്മതം തന്നെ. വരക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ നല്ല സ്കൂളിലൊക്കെ നല്ല സമ്മാനങ്ങളും ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അതിലേക്ക് പോകുന്നത്. അതിനുശേഷം അത് പാസ്സായി. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിനുശേഷം പഠനം തൽക്കാലം അവസാനിപ്പിച്ച്. ഇവിടെ നമ്മൾ പിന്നെ ഇത് കേൾക്കുന്ന ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ യുവാക്കളോടാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്കൊരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളും പഠിക്കാനുള്ള പെർമിഷൻ, മക്കളെ പഠിപ്പിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും സാഹചര്യങ്ങളും അന്നത്തെ ഒരു ചുറ്റുപാടും അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ നമുക്ക് കിട്ടുന്ന സൗകര്യം നമ്മൾ മറന്നു പോകരുത് എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇനി പഠനം കഴിഞ്ഞിട്ട് എന്തായിരുന്നു? ആ പഠനം ഏകദേശം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷേ ജോലിയൊന്നും തരപ്പെട്ടില്ല. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യാന്നുള്ളവർക്ക് കൈത്തൊഴിൽ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സൈൻ ബോർഡ് ആർട്ടിസ്റ്റായിട്ട് നമ്മൾ നാട്ടിൽ തന്നെ ഒരു ആർട്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ സൈൻ ബോർഡിന് വർക്ക് ഇങ്ങനെ ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ സ്ക്രീൻ പ്രിൻറ്റിങ് തുടങ്ങിയ അങ്ങനത്തെ വർക്കുകൾ ചെയ്ത് ജീവിക്കുക. ഏകദേശം മനസ്സിലായി. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാൾക്ക് ഈ ഗൾഫിലേക്ക് പോരണം എന്നുള്ള ചിന്ത വന്നത് എങ്ങനെ, അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുത്തു? ഗൾഫിലേക്ക് പോരാൻ ചിന്ത ഉണ്ടായെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു വരുമാനം കൊണ്ടൊന്നും നമുക്ക് പോരാന്നുള്ളൊരിത് സാധാരണ പിന്നെ ആ ഒരു പ്രായത്തുന്ന സമയത്ത് 20 വയസ്സാകുമ്പോൾ സാധാരണ എല്ലാ യുവാക്കളിലും ഉണ്ടാകുന്നതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാശുണ്ടാക്കാനുള്ളൊരു സ്വന്തമായിട്ട് വീട്ടിലുള്ള തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ജോലി വേണമെന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ അന്ന് ഗൾഫിലേക്കാണ് അധികം ആളും പോരുന്നത്. അപ്പോൾ അതൊരു നല്ല മാർഗ്ഗമെന്ന് വെച്ചാൽ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഏജൻസി മുഖേന ഒക്കെ ആയിട്ട് ഇല്ല. അന്ന് നമ്മളെ കുടുംബത്തിലെ ഒരാൾ പോലും ഗൾഫിലില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രാവൽസ് മുഖേന ഏജൻറ് മുഖേന നമുക്കൊരു വിസ കിട്ടി. അപ്പോൾ
അങ്ങനെ അത് നമുക്ക് ചോദിച്ച നമ്മളെ പ്രൊഫഷൻ തന്നെയുള്ള വിഷയമായിരുന്നു. ഇപ്പോൾ ഗൾഫിലിപ്പോൾ അത് ആ ഒരു പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഈ ഖത്താത്ത് റസ്സാം ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഖത്താത്ത് റസ്സാം, അതായത് ഖത്താത്ത് എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആൾ, ഖത്താത്ത് വര എഴുതുന്ന ആൾ, റസ്സാം എന്ന് പറഞ്ഞാൽ ചിത്രം വരയുന്ന ആൾ. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ തന്നെയായിരുന്നു നമുക്ക് അവരാവശ്യപ്പെട്ടത്. അത് തന്നെ കിട്ടി. അങ്ങനെയാണ് ഗൾഫിലേക്ക് പോരാൻ താല്പര്യം ഉണ്ടായത്. ഈ കന്നി യാത്രയെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കും. എന്താ ആദ്യത്തെ ആദ്യത്തെ യാത്ര അത് ഒരു 92 കാര്യമാണ്. അപ്പോൾ അത്ര ഓർമ്മയില്ല. രണ്ടാമത്തെ യാത്രയെ പറ്റി ഓർമ്മയുള്ളൂ. യാത്ര സാധാരണ പോലെ തന്നെ നമ്മൾ ഒരു ആദ്യത്തെ വരവാകുമ്പോൾ നമുക്ക് ആ ഗൾഫിലേക്ക് പോരാനുള്ള ആഗ്രഹവും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹമൊക്കെ ഉണ്ടാകുന്ന സമയം അതുകൊണ്ട് നമുക്കൊരു വേർപാടിൻ്റെ ഒരു ദുഃഖമൊന്നും അത്ര അനുഭവപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരിതാണ് ഇപ്പം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ തന്നെ ആണ് പോന്നിട്ടുള്ളത്. എന്നാലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കല്യാണം കഴിക്കാത്ത സമയത്താണല്ലോ വരുന്നത്. ഇവിടെ വന്ന് പിന്നെ സൗദി അറേബ്യയിൽ എവിടെയാ ആദ്യം? സൗദി അറേബ്യയിലെ ദമാമിലാണോ അതോ? സൗദി അറേബ്യയിലേക്ക് ഞാൻ ആ വിസക്ക് വരുന്നത് പിന്നെ സൗദി അറേബ്യയിലുള്ളൊരു അൽബഹ പ്രവിശ്യയിലുള്ള അൽബഹ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ബൽജുർഷി എന്ന പേരുന്നൊരു കുഗ്രാമത്തിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ അവിടെ ആണ് ഈ സ്ഥാപനം ഉള്ളത്. അവിടേക്കാണ് ഞാനും എൻ്റെ ഒറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അവിടെ എത്തിപ്പെട്ട് അവിടെ സ്പോൺസറെ അടുത്തെത്തി, അതിൻ്റെ ഏജൻറ്റിൻ്റെ മുഖേന സ്പോൺസർ അടുത്തെത്തി ആ സ്ഥാപനത്തിലൊക്കെ എത്തിപ്പെട്ടു. അത് പിന്നെ അവിടേക്ക് എത്തിപ്പെടുന്ന നല്ല ആദ്യമായിട്ടാണല്ലോ ഗൾഫിൽ നമ്മൾ കാല് കുത്തുന്നത്. അപ്പോൾ ആ ഗൾഫിൻ്റെ ആ ഒരു നല്ല ഇതായിട്ട് തോന്നി. നമ്മൾ ഇവിടുത്തെ എല്ലാം മറന്നുപോയി. അപ്പോഴേക്ക് നാട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ വിട്ട് വലിയ ഒരു പ്രകാശപൂരിതമായ റോഡും മറ്റേതൊക്കെ കാണുമ്പോൾ അന്നത്ര ഇതായിട്ടില്ല, എന്നാലും നാട്ടിലേക്കാണ് കുറച്ചുകൂടി നല്ല ഇത് മറക്കാൻ പറ്റുന്ന ഒരു ഇതിലായിരുന്നു അവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ അവിടെ സൗദീൻ്റെ ആ സ്ഥാപനത്തിൽ തന്നെ പിറ്റേന്ന് തന്നെ സ്പോൺസർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. ഭാഷ അപ്പം ഭാഷയൊന്നുമില്ല. അപ്പോൾ പിന്നെ ആംഗ്യവും കാര്യങ്ങളും ആയിട്ടങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ സ്ഥാപനത്തിൽ നമുക്ക് പിന്നെ നേരിട്ട് നമ്മളവിടെ എത്തി പറഞ്ഞ ജോലി തന്നെയാണ് അവിടുന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ നമ്മളെ സ്പോൺസർ തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അറബി എഴുതുന്ന കാലിഗ്രാഫി എഴുതുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കും അത് പിന്നെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു, കാലിഗ്രാഫി പഠിക്കാൻ കഴിഞ്ഞു. അറബിയിലുള്ള കാലിഗ്രാഫി എഴുത്ത് ശരിക്കും 2, 3, 4 ശൈലിയിൽ എഴുതാനുള്ള അതൊക്കെ ആൾ പഠിപ്പിച്ചു തന്നെ എനിക്ക്. അപ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോഴും. ഒരു സ്പോൺസറിൽ നിന്ന് കിട്ടുന്ന പിന്നെ അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങൾ. നല്ല അനുഭവമാണ്. നല്ല സ്പോൺസറായിരുന്നു. നമുക്ക് നല്ല നമ്മളെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. കല്യാണമൊക്കെ ഉണ്ടായി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഭക്ഷണം തരുന്നു. അപ്പോൾ ഒരു പണ്ടത്തെ അറബികൾ അല്ല, ഞാനങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, പലപ്പോഴും പല ആളുകളും സൗദി അറേബ്യയിലുള്ള അറബികളൊക്കെ പിന്നെ വളരെ മോശമാണ്, പല സിനിമകളിലൂടെയൊക്കെ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ അറിയുന്നത്. തരത്തിലല്ലേ നമ്മൾ എല്ലാവരെയും അതുപോലെ കാണാൻ പറ്റില്ല, അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് കിട്ടിയത് ഞാൻ വരുന്നത് വരെ നല്ല ഇതാണ്. പക്ഷേ അവർ നമുക്കൊരു നല്ല ഹെൽപ്പും എല്ലാം നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നിസ്കരിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയൊക്കെ അത്ര വരെ ഉള്ള ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ജോലി എത്ര വർഷം വരെ? ആ ജോലി എനിക്ക് അവിടെ ഒരു 5 വർഷം ഞാൻ പരമാവധി അതുകൊണ്ട് അല്ലല്ല 3 വർഷം നിന്നു. പിന്നീട് 2 വർഷം അങ്ങനെ ആയിട്ട് 5 വർഷം എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ ആ ജോലിയിൽ. അപ്പോൾ അതോടുകൂടി അവിടുന്ന് പിന്നെ സ്പോൺസറുമായിട്ട് ചെറിയൊരു ഉടക്കുണ്ടായി. അങ്ങനെ നമുക്ക് അവിടുന്ന് പോരേണ്ടി വന്നതാണ്. എക്സിറ്റ് അടിച്ചാണ് പോരുന്നത് നാട്ടിലേക്ക്. അപ്പോൾ 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നാട്ടിലേക്ക് തിരിച്ചെത്തി അല്ലേ? 27 വയസ്സായി. 22, 23 പോയത്. 27 ഞാൻ തിരിച്ചെത്തി. അപ്പോഴും ഉസ്മാൻ എന്ന ആളൊരു സിംഗിളാണ് അല്ലേ? കല്യാണം അപ്പോൾ സിംഗിളാണ്. പിന്നെ നാട്ടിലേക്ക് ക്യാൻസൽ ആയിട്ട് വന്നതിന് ശേഷമാണ് അവിടുത്തെ ഒരു കല്യാണവും കാര്യങ്ങളും. അതിനുശേഷം നാട്ടിലെത്തി. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ആ ഒരു പിന്നെ ആ നാടിനെ പറ്റി ഒന്ന് പറയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബൽജുഷി ആണെങ്കിൽ വെസ്റ്റേൺ അൽബഹ. അൽബഹ അത് ശരിക്കും ബൽജുർഷി അത് വളരെ ടൂറിസ്റ്റുകൾക്കും അതുപോലെ വിനോദയാത്ര ആഗ്രഹിക്കുന്ന ആൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു പ്രദേശമായിരുന്നു. അങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയായിരുന്നു അവിടുത്തെ. കാലാവസ്ഥയും അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അതിന് അനുയോജ്യമായിട്ടായിരുന്നു. വെച്ചാൽ അവിടെ
പറയുകയാണെങ്കിൽ ഈ പിന്നെ പാറക്കെട്ടുകൾ, അതേപോലെ ചെറിയ ചെറിയ കുന്നുകൾ, പാറക്കെട്ടുകൾ, അതിനിടെ കുറ്റിക്കാടുകൾ, മണലാറ്, ഞങ്ങളുടെ കൂടെ മണൽ ഒക്കെ നിരന്ന് കിടക്കുന്ന നല്ല ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുള്ള തായ്വരകളും കുന്നിൻ പുറങ്ങളുമായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന റോഡുകൾ, കൃഷിത്തോട്ടങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ പോകും. അതേപോലത്തെ പിന്നെ ആഘോഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ സ്നേഹിതന്മാർ ഒരുമിച്ച് പോകുന്ന നല്ല സ്ഥലമാണ്. അതേപോലെ അവിടെ ഈ പിന്നെ റുമ്മാൻ തോട്ടങ്ങൾ, അതേപോലെ അത്തി പഴം, അതേപോലെ ഇതൊക്കെ നന്നായി, മുന്തിരി തോട്ടങ്ങൾ, ഇതൊക്കെ നന്നായി വളരുന്നൊരു സ്ഥലമാണ് അവിടെ. ഈ തണുപ്പ്, അതായത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ വളരെ സന്തുലിതമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഈ ചൂട് സമയത്ത് ഒരു പിന്നെ അമിതമായ അവസ്ഥയാണ്. അവിടുത്തെ ഫാന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, AC-യുടെ ആവശ്യമില്ല. ഫാൻ തന്നെ പലപ്പോഴും നമ്മൾ ഇടാറില്ല. അപ്പോൾ അത്രയും നല്ല സമയമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പിന്നെ സൗദികൾ, ഇവിടുത്തെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള സൗദികൾ പലരും ഈ ഒരു സമയത്ത് വെസ്റ്റ് അങ്ങോട്ട് പോകും. അവർക്ക് അവിടെയും ചിലപ്പം വീട് കാണും, അവിടെയും ഇവിടെ ആയിട്ട്. അവിടെ ചൂട് കാലത്ത് അങ്ങോട്ടും തണുപ്പ് കാലത്ത് ഇങ്ങോട്ടും ഒക്കെ തന്നെ വരും. അപ്പോൾ അവിടെ ഈ തണുപ്പ് കാലത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പാണ് അവിടെ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു നമുക്കൊരു ഈസ്റ്റേൺ പ്രൊവിൻസിലേക്ക് ഒരു വിസ കിട്ടി അങ്ങോട്ട് പോകണമെന്ന് അങ്ങനെ ആഗ്രഹമുള്ള. അപ്പോൾ അന്ന് അവിടെ തണുപ്പുള്ള സമയത്ത് ഈ ആലിപ്പഴ വർഷങ്ങളും കണ്ടമാനം ആലിപ്പഴ വർഷം വന്നിട്ട് റോഡൊക്കെ ബ്ലോക്കാവും, റോഡ് മൊത്തം വൈറ്റ് വെള്ള കളറായിട്ട്, അതുപോലെ മരത്തിലുള്ള ചില്ലകളൊക്കെ കൊഴിഞ്ഞ് ശിഖരങ്ങൾ മാത്രമായിട്ട് മാറുന്നൊരവസ്ഥയാണ്. അതുപോലെ കോടം മൂടിയിട്ട് വണ്ടി ഓടാൻ പറ്റില്ല മുന്നോട്ട് നോക്കിയാൽ. ആളുകളൊക്കെ നടന്ന് അടുത്തെത്തുമ്പോഴേ അറിയാൻ പറ്റും അവിടെ വരുന്നുണ്ട് കാണുന്നതൊക്കെ. അപ്പോൾ അത്രയും ഉള്ളൊരു പ്രദേശമാണ് അവിടെ നിന്ന് വളരെ നല്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ പിന്നെ സുഖവും ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ ആഗ്രഹിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഒരു 25 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് 5 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് എക്സിറ്റിലാണല്ലോ പോകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാതെ പോവുകയാണ്. അപ്പോൾ 27 വയസ്സായി. ഇനിയിപ്പോൾ അതിന് കാര്യമായിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു വിവാഹമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥയാണ്. എന്നാലും നമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു ഗൾഫുകാരനായിട്ട് തന്നെ ജീവിക്കണമല്ലോ. അപ്പോൾ ജോലി ഇല്ലാത്തപ്പോൾ നമുക്കൊരു പെണ്ണ് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചൊന്ന് അഭിനയിക്കുക തന്നെ വേണ്ടി വരും. ഗൾഫുകാരനായിട്ട് എന്നെ ജീവിച്ചു. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ അങ്ങനെ നടന്ന് ഏതായാലും അപ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ 5 വർഷത്തിനിടയ്ക്ക് നമ്മൾ വീട്ടിൽ ഒരു വീടൊക്കെ ഏകദേശം കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മൾ ഒരു വീട് പൂർത്തിയായിട്ടില്ല, എന്നാലും 10-60% നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് പോകുന്നത്. അതേപോലെ നമ്മളെ കുടുംബത്തിലും പലർക്കും ഇവിടെ നിന്നുകൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. നമ്മളെ കുടുംബത്തിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കൊക്കെ നമ്മൾ. അപ്പോൾ അങ്ങനെ കല്യാണം ശരിയായി നമ്മൾ അതിൻ്റെ ഇതിലെല്ലാം കഴിഞ്ഞ്. അപ്പം എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ജോലിയില്ലാത്ത ഒരു വിഷമം, പ്രയാസമുണ്ട്. പുറമെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മളൊരു ജോലിയില്ലാത്ത ആളായിട്ട് നമുക്ക് തന്നെ ഒരു ഇതാണല്ലോ, അപകർഷതാബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്നു, ജോലി കിട്ടുന്നുള്ള ആഗ്രഹത്തിൽ നടക്കുകയാണ്. ഇനി ജോലി കിട്ടണം. പിന്നെ എങ്ങനെ ജോലി കിട്ടിയത് അടുത്ത്? അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഈ പത്രം നോക്കിയായിരുന്നു, പരസ്യങ്ങൾ നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പലയിടത്തേക്കും ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ഉള്ള ഇത് തരും. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കും, പല സ്ഥലത്തും പോയി നോക്കിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് നമ്മൾ പിന്നെ പാലക്കാട് ആ ഭാഗത്തൊക്കെ പോയിരുന്നു. അതേപോലെ അതൊന്നും ശരിയായില്ല. പിന്നെ ബോംബെയിൽ വെച്ചപ്പോൾ ട്രാവൽ ഏജൻസി പോകാനല്ല, ഈ ഇതിൽ പത്രപരസ്യം കാണും, അപ്പോൾ അതിൽ ബന്ധപ്പെടാനാണ് പറയാം. അപ്പോൾ അങ്ങനെ അവിടെ ബോംബെയിൽ ഒരിക്കലും ഒരു യാത്ര പോയിട്ടുണ്ട്. ബോംബെ ആദ്യമായിട്ട് ബോംബെ കാണുകയാണ്. രാത്രിയാണ് അവിടെ എത്തിപ്പെടുന്നത്. ബോംബെനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ, മോശമായ പേടിയുള്ള അവസ്ഥയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് രാത്രി ഒരു 12 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്, ബോംബെയിലെത്തുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ടാക്സിക്കാരോട് ഈ അഡ്രസ്സ് കൊടുത്ത് അങ്ങനെ എല്ലാം കൂടെ ട്രാവൽസിൽ എത്തിപ്പെട്ടു. അവിടുന്ന് അവരവിടെ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ തന്നു. അങ്ങനെ അതിന് ശേഷം പിറ്റേന്ന് രാവിലെ പറഞ്ഞ ട്രാവൽസിലെത്തി. അവിടുന്ന് ഇൻ്റർവ്യൂവിന് അറബിയുള്ള ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ പോയിട്ട് അറബിയായിട്ട് കണ്ട് സംസാരിച്ച ആൾ വിസ അയച്ചു തരാമെന്നാണ് പറഞ്ഞു. അപ്പോൾ റെഡിയൊന്നുമില്ല. അങ്ങനെ അതൊന്നും അയച്ചു തന്നുമില്ല. അങ്ങനെ വെറുതെ ആ പോക്ക് വെറുതെ ആയി.
അങ്ങനെയും പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഓരോരോ പരസ്യങ്ങൾ കാണുമ്പോൾ പിന്നെയും തളരാതെ അങ്ങനെ മുന്നോട്ട് നമുക്ക് ആ ഒരു മനസ്സിലൊരു ഇതുണ്ടല്ലോ, പ്രതീക്ഷ ഉണ്ട് എങ്ങനെയെങ്കിലും പോകാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനമൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, പെട്രോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ അതിന് ചെന്ന് അത് ശരിക്കും ഈ അറബിക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിലാണ് വന്നത്. അറബി എഴുതാൻ കഴിയുന്ന 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനാരും ഉണ്ടാവില്ല അധികം ആളൊന്നും, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അറബി കാലിഗ്രാഫി എഴുതാൻ പറ്റിയ ആൾ വയ്ക്കണം. അങ്ങനെ പോയി കിട്ടുമെന്നുള്ള ധൈര്യത്തിൽ പോയി. അങ്ങനെ പോയി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർ ഒക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ ഭാഷ ഇതൊക്കെ നമുക്ക് പറ്റാത്തതുകൊണ്ട് എന്താ അറിയില്ല, ഏതായാലും തിരിച്ചു പോകുന്നതിന് ശേഷം എന്നാലും ആ വിസൻ്റെ ഉടമ എന്നെ ശരിക്കും വിളിച്ചു. മലപ്പുറത്തുള്ള ആളായിരുന്നു. ആള് നിങ്ങൾ സെലക്ഷൻ ആയതല്ലേ പോണില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു താല്പര്യം വന്ന് അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അപ്പോഴത്തെ വരവ് എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വരവാണ്. അപ്പോഴേക്കും ഒരു 1.5 വർഷമായിട്ടുണ്ട്. 1.5 വർഷത്തോളം നമ്മൾ നാട്ടിൽ നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പിന്നെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒക്കെ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ 1-2 ഞാൻ പറയും. ശരിക്കും ഞാൻ വാപ്പ ശരിക്കും ആ സമയത്ത് വീണു. 4 മാസം കഴിഞ്ഞ സമയത്ത്, കല്യാണം കഴിഞ്ഞ് 4 മാസത്തോളമായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ തളർന്ന് കുഴഞ്ഞ് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ വാപ്പാനെ നോക്കണം, വാപ്പാക്കുള്ള ചികിത്സകളും ഇതായിട്ടൊക്കെ ശരിക്കും ഞാൻ തന്നെ നോക്കണം. കാരണം ഞാനൊരു ഗൾഫുകാരനായതുകൊണ്ട് മറ്റുള്ള എൻ്റെ ഒക്കെ മൂത്ത, ഞാൻ ഏറ്റവും ഇളയ, വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെലവും വഹിക്കണം. അപ്പോൾ പിന്നാണ് ഭാര്യ ഗർഭിണിയായി. അത് കല്യാണം കഴിച്ച സ്വാഭാവികമാണല്ലോ. അപ്പോൾ അത് ശേഷം ചെലവുകളൊക്കെ കൂടി. വരുമാനമല്ല. അപ്പം നിൽക്കുമ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കായ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാകുക. അല്ല, ആ സമയത്തുള്ള ചെലവിനുള്ള എന്തെങ്കിലും കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രത്തും പരസ്യം നോക്കുകയാണ് നമ്മൾ. പത്രം പരസ്യം നോക്കുമ്പോൾ വേറൊരു പരസ്യം, പിന്നെ ഈ ലോഗോ, ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ലോഗോ വേണമെന്നുള്ള ചില കമ്പനികൾ പരസ്യം കൊടുക്കും. ഗൾഫിൽ നിന്നുള്ള UAE എന്നുള്ള ഒരു ഇതായിരുന്നു, ഒരു പരസ്യമായിരുന്നു കണ്ടത്. അവരുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ലോഗോ വേണമെന്ന് പറഞ്ഞിട്ട്, അത് കേരളത്തിൽ നിന്നുള്ള പത്രവായനക്കാരിൽ നിന്ന് മാത്രം എന്നുള്ള ഇതില്ല. അത് കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം കിട്ടിയാലോ. അതിന് അവര് പ്രതിഫലം 5,000 രൂപ, അന്നത്തെ 5,000 രൂപ അവർ ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നല്ല താല്പര്യത്തോടെ പൈസ കിട്ടിയാൽ അപ്പോൾ എൻ്റെ ചികിത്സ കാര്യത്തിനൊക്കെ എടുക്കാനുള്ള ഞാനായിട്ട് വരയ്ക്കാൻ തുടങ്ങി. ആ എംബ്ലമായിട്ട് വരച്ച് ഏതായാലും അത് അയച്ചു. അപ്പോൾ ഒരു പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും അയച്ചു നോക്കി. നമുക്ക് താല്പര്യമുള്ള വിഷയമാണല്ലോ. അപ്പം അങ്ങനെ അൽഹംദുലില്ലാ അത് സെലക്ഷനായിട്ട് വന്നു എന്നുള്ള ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് അത് അവർ സെലക്ട് ചെയ്ത് അവർ തന്നെ പറഞ്ഞ് ഇങ്ങനെ കത്തയച്ച് അവർ എല്ലാം പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല 500ഓളം സൃഷ്ടികൾ അവർ അയച്ചിരുന്നു കേരളത്തിൽ നിന്ന്. അപ്പോൾ അതിന് നമ്മൾ തിരഞ്ഞെടുത്ത. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങൾ അങ്ങനെ നടന്നതിന് ശേഷം 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ജോലി കിട്ടി. പിന്നെ ഇപ്പോൾ ദമാമിലേക്ക് പോരുകയാണല്ലേ. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു വരവ് പോലല്ല രണ്ടാമത്തെ വരവ് എന്ന് പറഞ്ഞാൽ, അവിടെ പിന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യ, ഗർഭം, കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അവിടെ നിർത്തിപ്പോരുമ്പോൾ ഉണ്ടാകുന്നൊരു യാത്ര, ആ ഒരു അനുഭവം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. രണ്ടാമത്തെ സൗദിയിലേക്ക് ഉള്ള വരവിനെ കുറിച്ചൊന്ന് സംസാരിക്കും. രണ്ടാമത്തെ യാത്ര വളരെ കുറച്ച് പ്രയാസം ഒക്കെ അനുഭവിച്ചിട്ടാണ് വന്നത്. 1.5 വർഷത്തെ നാട്ടിലെ ജീവിതം കഴിഞ്ഞ് കുട്ടിയായി 3 മാസം പ്രായമായ ഒരു മോളുണ്ടായിരുന്നു. ആ മോളെയും കുടുംബത്തിനെയും സുഖമില്ലാത്ത വാപ്പാനെയൊക്കെ അവിടെ ഇട്ടിട്ടാണ് യാത്ര പോരുന്നത്. വളരെ പ്രയാസത്തിലാണ് പോരുന്നത്. അങ്ങനെ അവർ നമ്മളെ യാത്രയാക്കുകയാണ് വളരെ പ്രയാസത്തോടു കൂടി. അന്ന് ബോംബെ വഴിയാണ് യാത്ര പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിലാണ് പോരുന്നത്, ബോംബെയിലേക്ക് ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസം ഉമ്മ എന്നെ യാത്ര ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ
അത് കുറേ പ്രാവശ്യം ഉമ്മ എന്നെ യാത്രയാക്കിയിട്ടുണ്ട് ഗൾഫിൽ ജീവിതത്തിൽ. ഇത്രയും കാലത്ത് 32 വർഷത്തിനടുക്ക് പലപ്പോഴും എൻ്റെ എല്ലാ വിജയത്തിലും ഉമ്മക്ക് നല്ല സംതൃപ്തി ഉണ്ടായി. എല്ലാം കഴിഞ്ഞ് കണ്ടതിന് ശേഷമാണ് ഉമ്മ മരിക്കുന്നത്. ഏകദേശം 90 മുകളിൽ വയസ്സ് വരെ ജീവിച്ച്. ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചു. അത് വാപ്പ മരിക്കുന്നത് ദമാവിൽ വന്നതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞ് പിന്നെ പോയതിന് ശേഷമാണ്. ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരു സ്ഥാനം കിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എനിക്കറിയാം ദമാമിൽ അപ്പോൾ 90 ആ ഒരു പഴയ കാലത്ത് തന്നെ നമുക്ക് അന്ന് കത്തുകളാണല്ലോ, അല്ലാതെ ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും ഞാൻ പറയാം. അതായത് അവിടെ പാട്ട് പറയാം. അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി, അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ഒരു വളരെ വിരഹത്തിൻ്റെ ഒരു പാട്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്തുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊന്ന് പറയാമോ? അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഈ ബൽജുർഷിയിൽ ജീവിച്ച കാലത്ത് തന്നെ ഫോൺ വിളിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അന്ന് കോയിനിട്ട് ഒരു റോഡ് സൈഡിൽ ബൂത്തുകളുണ്ട്, അതിൽ കോയിനിട്ടിട്ട് 1 മിനിറ്റ് വിളിക്കുന്ന 10 കോയിൻ വേണം. ചെറിയ ശമ്പളക്കാർക്ക് 10 റിയാൽ പോകാൻ വെച്ചാൽ അന്നത്തെ ഭയങ്കര പ്രയാസം. അങ്ങനെയാണ് 1 മിനിറ്റൊക്കെ വിളിച്ച് തീർക്കൽ. അപ്പോൾ പിന്നെ കത്താണ് നമുക്കുള്ളത്. അന്നൊക്കെ ഒരു ഇൻലാൻഡിലായിരുന്നു കത്ത് എഴുതൽ. വലിയ പേപ്പറിൽ എഴുതണമെങ്കിൽ ഒരു പൈസ ഒക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി. പിന്നെ ദമാമിലൊക്കെ എത്തിയ സമയത്ത് കത്തെഴുത്ത് തന്നെയായിരുന്നു, അത് തന്നെയായിരുന്നു പരിപാടി. എനിക്ക് വളരെ ആനന്ദമായിരുന്നു ഈ കത്തെഴുതുക എന്ന് പറഞ്ഞത്. ഭയങ്കര ആനന്ദമായിട്ട് ഞാൻ കണ്ടത്. ഓരോ പ്രാവശ്യം കത്തെഴുതുമ്പം വളരെ കൂടുതൽ പേജുകളുള്ള ഒരു 10-20 കത്തുകളൊക്കെ ഉണ്ടാവും. അതൊരാഴ്ച കഴിയും അവിടെ എത്താൻ. പിന്നെ അതിൻ്റെ മറുപടി കിട്ടണം. പിന്നെ അപ്പോഴേക്ക് വേറെ കത്തെഴുതി തുടങ്ങും. അതാണ് പരിപാടി. കത്തുകളൊക്കെ ചിലപ്പം കത്തുകൾ ഏറെക്കുറെ കുറെ കാലങ്ങളോളം സൂക്ഷിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുടുംബം അതൊരു ഒരു കലാരൂപമായി മാറിയായിരുന്നു. അതിങ്ങനെ വീണ്ടും വീണ്ടും വായിക്കാൻ പറ്റിയ തരത്തിലുള്ള എഴുത്തുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചു, വായിക്കായിരുന്നു. ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയതാണ് ഈ കത്തെഴുത്തുന്നത്. വാട്സപ്പും കമ്മ്യൂണിക്കേഷനൊക്കെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് കത്തെഴുതുന്നത് ഭയങ്കര രസമായിരുന്നു എനിക്ക്. ഞാൻ അത്രയും എഴുതി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യം. പിന്നെ ആ ഒരു എഴുത്തിനൊക്കെ ഒരു വിരാമം വന്നത് എപ്പോഴാണ്? അതായത് ഫാമിലി ഇവിടേക്ക് നാട്ടിൽ ആയിരുന്നല്ലോ, പിന്നെ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ സൗദിയിലേക്ക് വന്നത് എപ്പോഴാണ്? കുടുംബം വരുന്ന സമയം അത് ഒരു 2000 എനിക്ക് തോന്നുന്നു 2005 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉസ്താദ് കൂടിയാണെന്നുള്ളത്. അപ്പോൾ അതിലിടയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു +2 പഠിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചപ്പോൾ പെർമിഷൻ കിട്ടാത്തൊരു കാലം. നമുക്കറിയാം പണ്ട് കാലത്ത് നമുക്ക് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത, അതായത് ഒരു കാലം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അതായത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പറയാതെ അതിൻ്റെ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടുള്ള പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീടാണ് നമ്മൾ മാറ്റിത്തിരുത്തൽ, നവോത്ഥാനത്തിന് ശേഷം, കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളവിടെ ഒരു തിരുത്തലുകളൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു അന്നത്തെ ഒരു ഉസ്മാൻ സാഹിബ് നിന്നും മാറി ഇന്ന് കാണുന്ന ഈ ഉസ്മാനിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? അതായത് എനിക്കറിയാം, നമുക്കറിയാമല്ലോ അന്ന് ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഇസ്ലാമിക ജീവിതം, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ദമാമിൽ എത്തിയതിന് ശേഷം, ദമാമിലെത്തി ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ മുമ്പ് ശരിക്കും ഒരു ജാഹിലിയ കാലഘട്ടം തന്നെ പറയാം. നമുക്ക് എന്താണ് ഹറാമ് ഹലാൽ ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ തന്നെ അന്ന് പലതും ചെയ്തു പോയിട്ടുണ്ട്. പലരും നമുക്ക് പറയാൻ പറ്റാത്തതും പറയാൻ പറ്റുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ആമീൻ. അപ്പോൾ അതൊരു അറിവില്ലാത്ത കാലത്താണല്ലോ ചെയ്ത്. ചിലപ്പോൾ അത് ജാഹിലിയത്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു തരാനും അന്നത്തെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഉദാഹരണം നമ്മൾ സംഗീതം, അതേപോലെ ചിത്രരചന, ഇതൊക്കെ വെച്ചാൽ
എങ്ങനെ വരക്കാൻ പറ്റും നമുക്ക് ജീവിയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പരിഹാസ തരത്തിലുള്ള ചിത്രരചന, അതേപോലെ കാർട്ടൂണ്, അങ്ങനെ പലതും ഞാൻ വരച്ചു. ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ബോർഡ് എഴുതുക, കട്ടൗട്ടുകൾ വരയ്ക്കുക, അങ്ങനത്തെ ഇതൊക്കെ ചെയ്തതാണ്. അതേപോലെ പിന്നെ സംഗീതം ഓർക്കസ്ട്ര ഗ്രൂപ്പിലൊക്കെ ഞാൻ പോവുമായിരുന്നു, ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പോകുന്ന. അപ്പോൾ അതേപോലെ സംഗീതം പഠിക്കാൻ വരെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അതൊന്നും ശരിയല്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു തരാൻ മാതാപിതാക്കളൊന്നും അറിവില്ലായിരുന്നു. അതേപോലെ പിന്നെ ഇത് അവർക്ക് ശരിക്ക് തെറ്റ് ശരി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ പിന്നെ പ്രത്യക്ഷത്തിൽ കാണുന്ന തെറ്റുകൾ, അതായത് മദ്യപാനം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വലിയ തെറ്റ്. അതല്ലെങ്കിലും മൗലൂദ് കഴിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള വലിയ തെറ്റാണ്. അതേസമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കഴിക്കാതിരിക്കുക എന്നുള്ളത് തെറ്റാണ്. അത് അവർക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അത് അന്നത്തെ പണ്ഡിതന്മാര് അങ്ങനെയാണ് അവരെ പഠിച്ചു പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോയി. അങ്ങനെ സംഗീതത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദമാമിലെത്തിയപ്പം ഫസ്റ്റിൽ നമുക്ക് കൂടുതൽ നമ്മൾ ഈ ഓഡിയോ കേസറ്റ്, പാട്ടിൻ്റെ ഓഡിയോ കേസറ്റ് വാങ്ങി നല്ലോണം ഇറക്കിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആയിരുന്നു അന്നൊക്കെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവുക. അങ്ങനെ ഒരു ഇതായിരുന്നു. രാത്രി കാലങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആയിരുന്നു നമ്മൾ സമയം ചിലവഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു പിന്നെ ഇസ്ലാമിക ജീവിതത്തിലേക്ക് വന്നത്? അതിന് ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ദേവാരംഗത്ത് നമ്മൾക്ക് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്, നമ്മൾ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം കൂടെയാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലുള്ള ഒരു ഖാലിദ് അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം നൽകട്ടെ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്ന് പോലും എനിക്കറിയില്ല, കൊല്ലം ജില്ലക്കാരനായ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ പള്ളിയിൽ, നമ്മൾ നിസ്കരിക്കുന്ന വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിസ്കാരത്തിന് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ ഒരിക്കൽ നിസ്കരിച്ച് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ദമാമിൽ പിന്നെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അപ്പോൾ നമ്മളൊരു ക്ലാസ് ഉണ്ട്, അതിന് പോവാൻ ഞാൻ പോകുന്നുണ്ട്, നിങ്ങൾ വരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പോരുന്നോന്ന് ചോദിച്ചിട്ടാണ്. പോരുന്നോ ചോദിച്ചിട്ടു. അപ്പോൾ എനിക്ക് ഈ പ്രസംഗം കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. നാട്ടിൽ നിന്ന് എവിടെ ഗൾഫിലെത്തിയിട്ട് ഒരു മലയാളത്തിലൊരു പ്രസംഗം കേൾക്കുക എന്നുള്ള സ്ഥലം കിട്ടുക ഭയങ്കര താല്പര്യമായി. അങ്ങനത്തെ ഒരു ഇതാളെ. നാട്ടിൽ നിന്നും അതേപോലെ സാംസ്കാരിക സംഘടനയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇവിടുന്ന് കേട്ടപ്പോൾ മലയാളത്തിലുള്ള പ്രസംഗം ഉണ്ടെന്നുള്ള കേൾക്കാന്നുള്ള ആൾക്ക് എന്തായാലും വേണ്ടിയില്ല. അപ്പോഴൊക്കെ കുറച്ചൊക്കെ ഞാൻ അത്ര പിന്നെ കുറച്ചൊക്കെ ദീനിനെ പറ്റിയൊക്കെ യഥാർത്ഥമായ ദീനൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അയാളാണ് നമ്മളെ ഈ ക്ലാസ്സിലേക്കൊക്കെ എത്തിച്ചത്. അതാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എന്നിലൂടെ വന്ന് എന്തൊക്കെ നന്മകളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു എൻ്റെ വിധം അദ്ദേഹത്തിനും ഇവിടെ ഉസ്മാൻ സാഹിബ് നമ്മുടെ ശ്രവിക്കുന്ന ശ്രോതാക്കളോട് ഒരു കാര്യം പറയേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ഉസ്മാൻ സാഹിബ് പറഞ്ഞു, അദ്ദേഹത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വിളിച്ച വ്യക്തിയെക്കുറിച്ചും ആ ക്ലാസ്സിലേക്ക് വരാനുള്ള സാഹചര്യവും, അതുമാത്രമല്ല ഇപ്പോൾ ഉസ്മാൻ സാഹിബ് പറയുന്നത് ഇത് നമ്മളുടെ ഒരു ദൗത്യമാണെന്നുള്ളതാണ്. അതായത് ഈ ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ദൗത്യമാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളോടാണ്, നമുക്കറിയാം പല രാജ്യങ്ങളിൽ നിങ്ങൾ പല രാഷ്ട്രങ്ങളിൽ നിന്ന് റേഡിയോ കേൾക്കുന്നുണ്ട്. അതുപോലെ റേഡിയോൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. മറ്റു ഏതെങ്കിലും പിന്നെ രംഗത്ത്, ഇസ്ലാമിക പിന്നെ ദേവാരംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഇനി അതല്ലാതെ അത് ഒന്നും ഒരു പ്രവർത്തനവും ഇല്ലാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു ബാധ്യതയാണ്. നമുക്കതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളത് ആ ഒരു അവസരങ്ങൾ മുതലാക്കണം. അതായത് പീസ് റേഡിയോ സംവിധാനം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഈ പീസ് റേഡിയോ സംവിധാനമുണ്ട്. നമ്മളുടെ ബാധ്യത അത് എത്താത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിലെ ക്ലാസ്സുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതുപോലെ ഇവിടെ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മുടെ ഖുർആനിക പഠനം, അന്നൂർ ഖുർആൻ പാഠ്യപദ്ധതി ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ കീഴിൽ നടത്തുന്ന വളരെ വിശാലമായിട്ടുള്ള അന്നൂർ ഖുർആൻ പാഠ്യപദ്ധതി ഈ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് പീസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ പുതിയ വേർഷനാണ് ഇപ്പോൾ, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വളരെ വിശാലമായ അതിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്ന രൂപത്തിലാണ് അടുത്ത മൊഡ്യൂൾ വരുന്നത്. അതിന് പുറമെ ഹൃദയവസന്തം എന്ന രൂപത്തിൽ ഖുർആനിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, ചെറിയ രൂപത്തിലുള്ള ക്ലാസ്സുകൾ, ഖുർആൻ പിന്നെ തജ്വീദ് പഠനം,
അത് വേണ്ട ഒട്ടനവധി പ്രോഗ്രാമുകൾ ഈ പീസ് റേഡിയോ എന്ന സംവിധാനത്തിലുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഉസ്മാൻ സാഹിബിലേക്ക് മടങ്ങാം. പറയൂ, എങ്ങനെയാണ്? അപ്പോൾ അതിനുശേഷം കൂടുതൽ താല്പര്യം കൂടി വന്നു. ഇസ്ലാമിനെ പറ്റി കൂടുതൽ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം അതിനുശേഷം അന്ന് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ ആ പോക്ക് പഠനത്തിനും ക്ലാസ്സിനും ഇറങ്ങിയത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അതിന്നാണ് തുടക്കം. പിന്നെ ബാക്കി ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇനി ഈ ശബ്ദം കേൾക്കുന്നവർക്ക് പിന്നെ ദമാമിലുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അന്ന് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പഠിച്ച് നന്നായിട്ട് ഇതിനെപ്പറ്റി യഥാർത്ഥ ഇസ്ലാം എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ആകാംക്ഷയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് പിന്നീട് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കൊണ്ടുവരുന്നൊക്കെ പാട്ടിൻ്റെ കേസറ്റുകളൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് കൊണ്ടുവന്നത് പ്രസംഗങ്ങളുടെ കേസറ്റ്, നമ്മുടെ ഹുസൈൻ സലീഫിൻ്റെ കേസറ്റ്, ഷാർജ മുഖാമുഖം പോലത്തെ അത് മദീനിയൊക്കെ ഞാൻ വരുന്ന ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കേസറ്റുകളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ ആദ്യം ഉണ്ടായിരുന്ന എല്ലാ കേസറ്റും എടുത്തിട്ട് കളഞ്ഞു. ആ സ്ഥാനത്ത് നമ്മൾ ഷെൽഫിലുണ്ടായിരുന്നത് ഈ ഓഡിയോ കേസറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം അല്ലാതെ അവർക്ക് പിന്നെ നാട്ടിൽ അത് ഒരു മെയിൻ വിഷയമാണ്. നാട്ടിലെത്തി നമ്മൾ ഈ ആദർശം മനസ്സിലാക്കി ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഷോക്കായി എന്ന് വെച്ചാൽ കുറേശ്ശെ ആണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ അവരിങ്ങനെ കൂടെ ഇങ്ങനെ അകലാനുള്ള ഇതിലേക്കാണ് വരുന്നത്. നമ്മളെ സഹോദരന്മാരൊക്കെ ശരിക്കും ഒരു എന്തുകൊണ്ടായിരുന്നു അവർക്ക് എന്തുകൊണ്ടാണ് ഇത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാത്ത അവർ നമ്മൾ ഈ ഒരു പിന്നെ ബിദ്അത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ആചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനൊക്കെ ശരിയല്ല എന്നുള്ളത് പറയുമ്പോഴാണ് അവർക്ക് പ്രയാസം ഉണ്ടായത്. അങ്ങനെയാണ് അവർ നമ്മൾ കുടുംബത്തിൽ നിന്ന് നമ്മൾ ജ്യേഷ്ഠന്മാരാണ് ബാക്കിയുള്ളവരൊക്കെ, അവരൊക്കെ നമ്മളെ അകന്ന് പോയി. അവർ നമ്മളോട് അടുക്കാതായി, വീട്ടിലേക്ക് വരാതായി, അതേപോലെ സലാം പറഞ്ഞാൽ മടക്കാതെയായി, നമ്മൾ എന്തെങ്കിലും വീട്ടിൽ കല്യാണ പരിപാടികൾക്ക് ഉണ്ടായാലും അതിന് വരാതെയായി, പിന്നെ കണ്ടാൽ സലാം പറയാതിരിക്കാൻ, സലാം മടക്കാതിരിക്കാൻ ഭയങ്കര പ്രയാസമല്ലേ, അത് നമ്മൾ വേണ്ടപ്പെട്ട അങ്ങനെയായി. പിന്നെ അതേപോലെ കുടുംബം, നമ്മളെ വൈഫ്, ഭാര്യ ആ സമയത്തൊക്കെ പിന്നെ മനസ്സിലാക്കുന്നേ ഉള്ളൂ, എന്നാലും അവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ശരിയായി. പിന്നെ നല്ല രംഗത്ത് എല്ലാ രംഗത്തും സജീവമായി തുടങ്ങി. അപ്പോൾ അതൊരു പിന്നെ ഇതാണ് ഇവിടുന്ന് കിട്ടിയ ഇത്. നമ്മൾ നാട്ടിൽ ചെന്ന് പറയുമ്പം ഉണ്ടാകുന്നൊരു ഫീലിങ് അവിടെ എല്ലാവർക്കും, അവർക്കെങ്ങനെ പലർക്കും പലതരത്തിലായിരിക്കും. ചിലർ ഇതൊക്കെ അംഗീകരിക്കും, ചിലർ ഇങ്ങനെ അംഗീകരിച്ചോണം, ഇതുപോലാണ്. അപ്പോൾ പക്ഷേ നമുക്ക് പിന്നെ നമ്മളുടെ ഒരു ബാധ്യതയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കൽ ബാധ്യത മാത്രമാണ്. അംഗീകരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. ഇനി അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ എനിക്കുണ്ടായ ഒരു ധൈര്യം, പറയാനുണ്ടായ ഒരു ധൈര്യം എന്ന് വെച്ചാൽ നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഉണ്ടാകാൻ പോകില്ല. അങ്ങനത്തെ ഒരു ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒക്കെ ഒരു പിന്നെ തടസ്സങ്ങളുണ്ടാവും പറയാൻ. അപ്പോൾ അവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി, നന്നാവാൻ വേണ്ടിയിട്ട്, മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ദമാമിലുള്ള ആളുകളുണ്ടാവും, അവർക്കൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഒരാൾക്ക് ദീനിലേക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് എന്തെല്ലാം മാർഗം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇവിടെ ഞാനത് അന്ന് മുതൽ തുടങ്ങിയാന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ പഠന ക്ലാസ്സുകൾ ഇസ്ലാഹി സെൻറ്ററിൻ്റെ കീഴിൽ ആണ്. എനിക്ക് കൂടുതൽ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ക്ലാസ്സുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ ഖുർആൻ തഫ്സീർ ക്ലാസ്സുകളുണ്ട്, ഹദീസ് ക്ലാസ്സുകളുണ്ട്, അറബിക് ക്ലാസ്സുകളുണ്ട്, അതേപോലെ പിന്നെ മറ്റ് പുറത്തുനിന്ന ആൾക്കാരുടെ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ കൂടുതൽ പഠിച്ച് അപ്പോൾ നമ്മളുടെ ഇസ്ലാഹി പിന്നെ കൂട്ടായ്മയോടൊത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇസ്ലാഹി സെൻറ്ററുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു, അവരിലൊരു അംഗമായിട്ട് പോരുകയാണ്. അങ്ങനെ അവിടുത്തെ ചുമതലകളൊക്കെ പല ഭാരവാഹിത്വങ്ങളും ഒക്കെ നമ്മൾക്ക് തലയിൽ വന്നു. അങ്ങനെയാണ് പോരുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് തോന്നില്ല. അത് തുടങ്ങി അതിലേക്ക് വീണ്ടും കൂടുതൽ അങ്ങോട്ട് പോവുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ അവരുമായിട്ട് അടുത്ത് വരികയാണ് ഉണ്ടായത്.
ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള ഫാമിലികളുണ്ടാവും, അവരെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ മതവിദ്യാഭ്യാസം പിന്നെ ചിലപ്പം ചില ആൾക്കാർക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവില്ല. അങ്ങനെയുള്ള ഫാമിലികളോട് പിന്നെ എന്താണ് പറയാനുള്ളത്? അവർക്കുള്ള വഴികൾ എന്തൊക്കെയാണ്? ഫാമിലികൾ പൊതുവെ നാട്ടിൽ മദ്രസ സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഗൾഫ് രാജ്യത്ത് മദ്രസ സംവിധാനങ്ങൾ ഉള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ദമാമിനെ സംബന്ധിച്ച് നല്ല ഒരു മദ്രസ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യൻ സെൻറ്ററിൻ്റെയും ജാലിയത്തിൻ്റെ കീഴിൽ, ICC ജാലിയത്തിൻ്റെ കീഴിൽ വളരെ വിപുലമായിട്ട് തന്നെ നല്ല മദ്രസ നടക്കുന്നുണ്ട്. പലർക്കും അത് അറിയാത്ത കാര്യമാണ്. പക്ഷേ ഏകദേശം എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ? ഇവിടെ ഇപ്പോൾ മദ്രസേനെ പറ്റി പറയുമ്പോൾ മദ്രസയിൽ ഏകദേശം 350 കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിലും കൂടുതൽ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗൾഫിൻ്റെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായപ്പോൾ പിന്നെ കുട്ടികൾ കുറഞ്ഞതാണ്. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അവിടേക്ക് പിന്നെ കുട്ടികളെ എത്തിക്കാം. പിന്നെ അറിയാത്തവർക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ ഔദ്യോഗികമായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ ഔക്കാഫിൻ്റെ കീഴിൽ നടത്തുന്ന ഔദ്യോഗിക മദ്രസയാണ് ഇത്. നമ്മൾ ആരും ഒളിച്ചും പതുങ്ങി നടത്തുന്ന മറ്റു മദ്രസകളെ പോലെ അല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഉസ്മാൻ സാഹിബ് പറഞ്ഞ ഈ ഒരു മദ്രസ ദമാമിലുള്ള ദമാം ICCയുടെ കീഴിൽ നടത്തുന്ന മദ്രസയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കാം. ഇനി നിങ്ങൾക്ക് അതിനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ദമാം പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിലെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. 05355000134 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ICCയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഉസ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ ഈ മദ്രസയിൽ ചേർക്കാവുന്നതാണ്. ഇനി ഉസ്മാൻ സാഹിബ് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉസ്താദ് ആണ് എന്നുള്ളത്. അതായത് ഒരു പിന്നെ മദ്രസ നാട്ടിൽ നിന്ന് നമുക്ക് നാട്ടിലെ മദ്രസയിലൊക്കെ പഠിച്ച് പിന്നെ അവിടെ പഠനം നിർത്തിയ കുറേ ആളുകൾ ഇവിടെ സൗദി അറേബ്യയിലുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്ന ഒരു മദ്രസയാണ് പാരൻസ് മദ്രസ. ആ പാരൻസ് മദ്രസയെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ? പാരൻസ് മദ്രസ സത്യത്തിൽ നമ്മൾ രക്ഷിതാക്കളെ പറ്റി അറിഞ്ഞപ്പോൾ രക്ഷിതാക്കൾ പലരും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ച് മതപഠനം കിട്ടാത്ത രക്ഷിതാക്കളാണ് നമ്മളെ കുട്ടികളെ രക്ഷിതാക്കളിൽ കുറേ ആൾക്കാരും. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ആശയം വന്നത്. ഇങ്ങനെ പേരൻസിനൊരു കുട്ടികളെ പോലെ ഒരു മദ്രസ് അടിസ്ഥാന വിദ്യാഭ്യാസം തൊട്ട് തുടക്കം മുതൽ തുടങ്ങിയിട്ട് അക്ഷരങ്ങൾ വരെ തുടങ്ങിയിട്ട് ICCയുടെ കീഴിലാണോ? ICC മദ്രസൻ്റെ പാരലായിട്ട് തന്നെ നടത്തുന്നതാണ്. അതൊരു ദിവസം ആണ് നടക്കുന്നത്. എല്ലാ ബുധനാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ മുതിർന്ന സ്ത്രീ പുരുഷന്മാർക്ക് ക്ലാസ് എടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സിസ്റ്റം നമ്മൾ 3-4 അധ്യാപകർ ആണ് ക്ലാസ് എടുക്കുക. 1 മണിക്കൂറിൽ ആ മദ്രസ തീരും. എല്ലാ വിഷയങ്ങളും 8-9 വിഷയങ്ങൾ ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ 2-3 ബാച്ച് ഇപ്പോൾ ആയിട്ടുണ്ട്. 3 ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വർഷം കൊണ്ട് ഒരു ബാച്ച് കഴിയുള്ളൂ. അടുത്ത ബാച്ചിലേക്ക് പോകും. അപ്പോൾ അതിനൊരു സർട്ടിഫിക്കറ്റ് ഒരു വർഷം കഴിയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഏറെക്കുറെ കിട്ടും. പിന്നെ അടുത്ത ബാച്ചിലേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോൾ 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ് ഇങ്ങനെയല്ലേ പോവുക. അപ്പോൾ 1-ാം ക്ലാസ്സിൽ നിന്ന് എല്ലാം കിട്ടൂലല്ലോ. അപ്പോൾ അത്രമാത്രം കിട്ടും. അതിനുശേഷം അങ്ങനെ നടക്കുന്നൊരു പിന്നെ വിദ്യാലയം ഇവിടെ ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് തന്നെയാണ് ക്ലാസ്. അപ്പോൾ അത് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ ഇത്രയും നേരം നമുക്ക് പിന്നെ നമ്മളെ ശ്രവിച്ച ശ്രോതാക്കളോട് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ശ്രോതാക്കളോട് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന സമയം വളരെ തുച്ഛമായ സമയമാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾക്ക് ആയുസിൻ്റെ ഒരു 1/4 ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗൾഫിലെത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം ചിലവഴിക്കുന്നതിനേക്കാണ് നല്ലത് നമ്മൾ ഒഴിവ് സമയം. ഇപ്പം അധികം ആളുകളും മൊബൈലുമായിട്ട് സമയം ചിലവഴിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ ഒരു കിട്ടുന്ന ഇനി ബാക്കിയുള്ള ആയുസ് ദീനി പിന്നെ പഠനത്തിനും പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടക്കുക. അതെങ്കിലും നമുക്ക് തിരിച്ചു പോകുമ്പം നമുക്ക് കൊണ്ടുപോകാനുണ്ടാവും. എല്ലാവരും ആ ഒരു ചിന്താഗതിയിൽ ഈ ദീനി പ്രവർത്തനങ്ങളിലേക്കും പഠനത്തിലേക്കൊക്കെ വരണം. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, ഇപ്പോഴത്തെ നാട്ടിലെ അവസ്ഥകളൊക്കെ എല്ലാവർക്കും
അറിയാവുന്നതാണല്ലോ. നമുക്ക് ദീനിൻ്റെ അറിവില്ലായ്മയുടെയൊക്കെ കുറവ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികളെ വരെ നമുക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ തന്നെ ദീനി പഠനം എടുത്തിട്ട് നമ്മളത് കുട്ടികളെയും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടികളത് പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് വരണം. അപ്പോൾ അതിലേക്ക് എല്ലാവരും എത്തണമെന്നുള്ളൊരു ഉപദേശമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഉസ്മാൻ സാഹിബ് പറഞ്ഞ ഈ ഒരു കാര്യം നമ്മളൊക്കെ മുഖവിലക്ക് എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊന്നും പരിചയമില്ലാത്ത കുവൈത്തിലുള്ള നമ്മുടെ ഒരു സഹോദരൻ റാഷിദ്, നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ ഒരു ദീനീ ദഅവ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. ആരുടെയും മുന്നിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ തന്നെ പഠനകാലത്ത് മുതലേ, കോഴിക്കോട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മുതലേ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്നിരുന്ന റാഷിദ് ഇപ്പോൾ മരണപ്പെട്ടു. കുവൈത്തിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഉള്ള ജോലിക്കാർ, കുവൈത്തികളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ ചോദിച്ചു പോലും ഈ വ്യക്തി ഏതാണ്, ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ടല്ലോ, ആരാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ അറിയാലോ നമ്മളുടെ മരണം എപ്പോഴാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നവരോട് നമുക്ക് നമ്മളുള്ള സമയം നല്ല രീതിയിൽ വിനിയോഗിച്ച് പഠനത്തിനും അതേപോലെ തന്നെ പ്രബോധനത്തിനും വേണ്ടി ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററും ICCയും ഒരുക്കുന്നുണ്ട്. ഇതുപോലെ പണ്ട് കാലത്ത് മറ്റൊരു ഉസ്മാനായി നടന്നിരുന്ന ഒരു ഉസ്മാനാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ നമുക്കൊക്കെ നാളെ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള സംരംഭങ്ങളുടെ മുന്നിൽ വന്ന് പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് വന്നതിന് ഒരിക്കൽ കൂടി പീസ് റേഡിയോ ടീമിൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.